ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ അടക്കം കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവരുന്ന സന്നിധാനത്തെ ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാകും. കേരളത്തിന് പുറത്ത് ഗൂഢാലോചന നടത്തിയ സംഘത്തെ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കാനും നീക്കമുണ്ട്. അതേസമയം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇവരുടെ എല്ലാ ജാമ്യാപേക്ഷയും കോടതി വിജിലൻസ് ഒക്കെ ഇങ്ങനെ നിരാകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നേരത്തെ വാസുവിൻ്റെതാണെങ്കിലും പത്മകുമാരൻ്റേതാണെങ്കിലും ആരുടെ ജാമ്യാപേക്ഷയ്ക്കും അനുകൂലമായിട്ടൊരു തീരുമാനം വരുന്നില്ല എന്നുള്ളതാണ്. ഹരിമോഹനുണ്ട്. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, ജയശ്രീ അടക്കമുള്ളവർ ഇനി ചോദ്യം ചെയ്യാൻ ബാക്കി കിടക്കുന്നു. 6 ആഴ്ചത്തെ സമയം SITക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നീട്ടി നൽകിയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് SIT ചെയ്തു തീർക്കേണ്ടത്? കൂടുതൽ പേരുകളിലേക്കൊക്കെ SIT എത്താനുള്ള സാധ്യതയുണ്ടോ? ഹരി, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അരുൺ, ഈ അവസാന സമയത്ത്, അതായത് ഈ കഴിഞ്ഞ 6 ആഴ്ച സമയത്തെ അന്വേഷണത്തിനിടയിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ള ചില കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടിയിരുന്ന ചില ചോദ്യം ചെയ്യലുകളുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ SIT മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതായത് കൂടുതൽ സമയം ചോദിച്ച് ആ സമയം ലഭിച്ച ശേഷം അതിലേക്കൊക്കെ തന്നെ കടന്നാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഇപ്പോൾ സമയം ലഭിച്ചിരിക്കുന്നു. 6 ആഴ്ചത്തെ സമയം ഇനിയുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി ആളുകളെ ചോദ്യം ചെയ്യുക, വേണ്ടി വന്നാൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിപ്പട്ടികയിൽ തന്നെയുള്ള ആളുകളാണ്. നിലവിൽ 6 പേർ മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളെ ഇനിയും കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്, ചില ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ പ്രതിപ്പട്ടികയിലുള്ള 2 പേരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി SIT ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ദേവസ്വം വകുപ്പിലേക്ക് ചില അപേക്ഷകൾ ചെന്നിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. പക്ഷെ അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അതിന് കൂടുതൽ സമയം വേണം എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ പത്മകുമാറിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും ദേവസ്വം വകുപ്പിൽ അന്ന് ഉണ്ടായിരുന്ന ജീവനക്കാരെ ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളിലേക്കാണ് SIT വിരൽ ചൂണ്ടുന്നത്. ഒപ്പം തന്നെ തന്ത്രിമാരുടെ മൊഴിയെടുക്കും വീണ്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്ത്രിമാരെ ഒരു വട്ടം വിളിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ മൊഴിക്കകത്ത് കുറച്ച് ദുരൂഹതകളുണ്ട്, ചില അവ്യക്തതകളുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം പാളികൾ കൈമാറുന്നതിന് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, തന്ത്രിമാർക്കെതിരെ പത്മകുമാറിന്റെയും മറ്റു ചില ജീവനക്കാരുടെയും മൊഴികൾ നിലവിൽ SITയുടെ പക്കലുണ്ട്. ആ മൊഴികൾ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന തന്ത്രിമാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അവരെ ചോദ്യം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ പോയേക്കും എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, ഓക്കെ, അപ്പോൾ എസ് ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വരുന്നുണ്ട്. ഏറ്റവും നിർണായകമായത് തന്ത്രിമാരുടെയൊക്കെ മൊഴിയെടുത്ത അന്വേഷണം ഏതു ഘട്ടത്തിൽ എങ്ങോട്ടൊക്കെ ചെന്ന് കയറും എന്നുള്ളതാണ്.